സ്ലീവ ഒന്നാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പീഡാനുഭവം ഒന്നാം പ്രവചനം. മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യ 3 അധ്യായങ്ങൾ ശൈശവ വിവരണങ്ങളും തുടർന്ന് മരുഭൂമിയിലെ പരീക്ഷണവും മലയിലെ പ്രസംഗവും അത്ഭുത രോഗസൗഖ്യങ്ങളും രൂപാന്തരീകരണവുമൊക്കെ കഴിഞ്ഞ് ഇന്ന് സുവിശേഷത്തിന്റെ ഗതി പെട്ടെന്ന് വഴിമാറുകയാണ്. ലോകത്തിന്റെ പ്രീതിയുടെ സ്ഥാനത്ത് ലോകത്തിന്റെ വെറുപ്പും വിദ്വേഷവും അതിന്റെ മൂർധന്യത്തിലെത്തുകയും അതിന്റെ അവസാനത്തിൽ കുരിശുമരണത്തിൽ കലാശിക്കുന്ന ചരിത്രമാണ് ഇനി വരാൻ പോകുന്നതെന്ന് യേശു പ്രവചിക്കുന്നു. അവൻ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് ശിഷ്യരും സ്വപ്നം കണ്ടിരുന്നത്. അതിനാൽ ശിഷ്യപ്രമുഖനായ പത്രോസ് എല്ലാവരുടെയും പ്രതിനിധിയായി മുന്നോട്ട് വന്ന് തടസ്സം പറയുന്നു. ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് തൊട്ടുമുമ്പ് പത്രോസ് ഏറ്റുപറഞ്ഞെങ്കിലും ക്രിസ്തു തന്റെ ദൗത്യത്തിന്റെ ഭാഗമായി ജെറുസലേമിലേക്ക് പോകണമെന്ന ദൈവിക പദ്ധതിയെക്കുറിച്ച് അവൻ അജ്ഞനായിരുന്നു. ഏശയ്യായുടെ പുസ്തകത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനും ഉപേക്ഷിക്കപ്പെട്ടവനും വൈരൂപ്യം കൊണ്ട് കണ്ടവരൊക്കെ മുഖം തിരിച്ചു കളയുന്ന ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ശേഷിച്ച അവന്റെ ജീവിതം. തന്റെ ഇതുവരെയുള്ള പരസ്യ ജീവിതത്തെക്കുറിച്ച് ശിഷ്യന്മാർക്കിടയിൽ ഒരവലോകനം നടത്തുന്ന രീതിയിൽ ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നൊക്കെ യേശു ചോദിക്കുന്നത് ക്രിസ്തു എന്ന തന്റെ അസ്തിത്വത്തെക്കുറിച്ച് അവർ എത്ര അവബോധമുള്ളവരാണെന്നറിയാനാണ്. ജെറുസലേമിൽ പൂർത്തിയാകേണ്ട കടന്നുപോകലിനെ കുറിച്ചുള്ള ആലോചനയായിരുന്നല്ലോ തൊട്ടടുത്ത് വരുന്ന താബോർ മലയിലെ രൂപാന്തരീകരണ വേളയിൽ ഏലിയായും മോശയും തമ്മിലുണ്ടായ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം. ദൈവിക പദ്ധതി നടപ്പിലാക്കുക അതേറെ കഠിനമാണെന്നറിഞ്ഞിട്ടും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നതും ഈ അവബോധത്തിൽ നിന്നാണ്. ലോകാശകളെല്ലാം വെടിഞ്ഞ് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ പോലെ സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നും ഭൗതിക ലോകത്തിലുള്ളതൊക്കെ സമ്പാദിച്ചാലും ആത്മാവ് നഷ്ടമായാൽ എല്ലാം സമ്പാദിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമെന്നും അവിടുന്ന് ചോദിക്കുന്നു. മർത്ത മർത്ത, നീ അനേക കാര്യങ്ങളിൽ വ്യാപൃതയാണ്, ഒരു കാര്യമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വചനത്തിനും ഈ അർത്ഥം തന്നെയാണ്. സ്ഥാനമാനങ്ങൾ കൊതിച്ച് തമ്മിൽ മല്ലിട്ടുകൊണ്ടിരുന്ന സ്വാർത്ഥമതികളായ ശിഷ്യന്മാരെ യേശു എപ്രകാരം എളിമയും വിവേകവും ത്യാഗസന്നദ്ധതയും ഉത്തരവാദിത്വവുമുള്ള ദൈവിക ഉപകരണങ്ങളാക്കി മാറ്റി എന്ന കഥ ഓരോ ക്രിസ്തു ശിഷ്യനുമുള്ള പാഠമാണ്. മനുഷ്യദൃഷ്ടിയിൽ മഹനീയങ്ങളായ സ്ഥാനമാനങ്ങളല്ല, ദൈവദൃഷ്ടിയിൽ മഹനീയങ്ങളായവ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം. മനുഷ്യൻ ബാഹ്യരൂപവും ബാഹ്യനേട്ടങ്ങളിലും അഭിമാനിക്കുന്നു. പക്ഷേ ദൈവം ഹൃദയഭാവം നോക്കിയാണ് മനുഷ്യനെ വിലയിരുത്തുക.